നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ബ്ലോഗ് ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഇപ്പം ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പം സമയം 10:30 കഴിഞ്ഞു. എനിക്ക് മോഹൻലാലിൻ്റെ അവൻ്റെ പുതിയ സിനിമയില്ലേ, ഒരു ഹൊറർ മൂവി, അത് കാണാൻ വേണ്ടി ഒരു മോഹം കേട്ടോ. അപ്പം നമ്മൾ പെട്ടെന്ന് തിയേറ്ററിലേക്ക് പോവുകയാണ്. ടിക്കറ്റ് കിട്ടുമോയെന്ന് അറിയത്തില്ല, നമുക്കൊന്ന് പോയി നോക്കിയാലോ. അപ്പോൾ നമുക്ക് തിയേറ്ററിൽ ചെന്നിട്ട് കാണാം. തിയേറ്ററിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. കുറേ ആൾക്കാരുടെ ഈ റിവ്യൂ ഒക്കെ കണ്ടു, പേടിച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല. ഇപ്പം നമ്മൾ വന്നേക്കുന്നത് രാത്രി 11:30-ക്കുള്ള ഷോയ്ക്ക് കേട്ടോ. അപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് സിനിമ കണ്ട് ശേഷം നമുക്ക് നോക്കാവേ. ടിക്കറ്റ് കിട്ടുമോ എന്ന് നമുക്ക് ആദ്യം നോക്കാം. ചേട്ടാ, പ്രണവിൻ്റെ പടത്തിന് ടിക്കറ്റ് ഉണ്ടോ? 55-നാണോ? ആ, അത് കുഴപ്പമില്ല. ടിക്കറ്റ് ഉണ്ടോ? നോക്കൂ. ഒറ്റെണ്ണം മതി എനിക്ക് മാത്രം. ഫ്രണ്ടിലേ ഉള്ളല്ലേ, ബാക്കിയുടെ ഒന്നുമില്ല, ഒരെണ്ണം പോലും ഇല്ലേ? ഫുള്ളായി. ആ, അത് മതി, എടുത്തോ. 150. ആ, ഏറ്റവും നല്ല യൂജിയൻ തിയേറ്റർ കേട്ടോ. കിളിയൽ തിയേറ്ററാണ്. യൂജിയം കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ഒക്കെ? യൂജിയം വരാൻ കൊള്ളാം കേട്ടോ. ഇപ്പോഴല്ല, അപ്പോൾ അത് നമ്മൾ ഇച്ചിരി നേരത്തെ പോയിട്ടോ. താമസം എന്ന് പറഞ്ഞാൽ 11:15 11:45. അപ്പോൾ നമുക്ക് പേടിക്കുമല്ലോ എന്ന് സിനിമ കണ്ടതിന് ശേഷം നമുക്ക് പറയാം. അപ്പോൾ ശരി. അപ്പോൾ നമ്മുടെ മൂവിയുടെ ഇൻ്റർവെൽ ആയിട്ടുണ്ട് കേട്ടോ. ഇൻ്റർവെൽ വരെ കുഴപ്പമില്ലായിരുന്നു, എന്നാലും ലാസ്റ്റ് കുറച്ച് ഭാഗമായപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പേടിക്കാനുണ്ട് കേട്ടോ. എന്തായാലും നമുക്കൊന്ന് ബാക്കി കണ്ടു നോക്കിയിട്ട് ഞാൻ ഫുള്ളായിട്ടുള്ള റിവ്യൂ അതിന് ശേഷം തരാം കേട്ടോ. എന്തായാലും നമ്മൾ സിനിമ കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങി കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ജെനുവിൻ ആയിട്ടുള്ള അഭിപ്രായം അറിയണ്ടേ, ഈ സിനിമ എങ്ങനെയുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടോ, ആൾക്കാരുടെയൊക്കെ റെസ്പോൺസ് എന്നാണ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുള്ളവർ ഈ വീഡിയോ ഒന്ന് ബാക്കിയും കൂടെ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. നമ്മൾ സിനിമ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ സിനിമയുടെ അഭിപ്രായം എന്തായാലും നിങ്ങളോട് ജെനുവിൻ ആയിട്ട് പറയുവാണ്. എനിക്ക് തോന്നിയ അഭിപ്രായം മാത്രമാട്ടോ ഇത് നിങ്ങൾക്ക് ഓരോരുത്തരും പോയി ഈ സിനിമ കണ്ടതിന് ശേഷം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഓരോ ആൾക്കാരും കാണുന്ന രീതി വേറെയാണല്ലോ. എനിക്ക് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു സിനിമ. നമ്മുടെ മലയാളത്തിൽ ഓവറോൾ ഈ ഹൊറർ മൂവീസ് കുറവാണല്ലോ. അതുകൊണ്ട് തന്നെ ഹൊറർ നോക്കിക്കഴിഞ്ഞാൽ പ്രണവ് മോഹൻലാലിൻ്റെ ഒരു കിടിലൻ പെർഫോമൻസ്, ഒന്നും പറയാനില്ല. ലാലേട്ടനുമായിട്ട് താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല. ലാലേട്ടൻ വേറെ, പ്രണവ് വേറെ. പ്രണവിൻ്റെ ആക്ടിങ് അടിപൊളി ആക്ടിങ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ജെന്യുവനായിട്ട് പറയുന്നതാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളും പോയി ഓരോരുത്തരും ഈ സിനിമ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ്. ആ തിയേറ്ററിലുള്ള ആ മ്യൂസിക്കും ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ കേട്ടുകൊണ്ട് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിനകത്തൊരു സീനുണ്ടല്ലോ, ഇപ്പോഴും എന്നെ ഭയങ്കര ടോർച്ചർ ചെയ്യുന്ന പോലെ പോയി. എൻ്റെ പൊന്നെ, അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ, അത് നിങ്ങൾ കാണേണ്ട ഒരു സീൻ തന്നെയാണ്. ഓരോ സീനും അടിപൊളിയാണ്. ഇതിനകത്ത് ഒരുപാട് ക്യാരക്ടേഴ്സിനെ കുത്തി നിറച്ച് വല്ലാതെ ഡയലോഗുകൾ വാരി വിതറിയിട്ടുള്ള സിനിമയൊന്നുമല്ല. കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ക്യാരക്ടേഴ്സ് അതുപോലെ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രണവിൻ്റെ ഒപ്പത്തിനൊപ്പം ഒരാള് പോകുന്നുണ്ട്, ഒരു ആക്ടർ. ഒരു ആക്ടർ പ്രണവിൻ്റെ ഒപ്പത്തിനൊപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ കൂടെ തന്നെ എപ്പോഴും സീനകത്തുള്ളതാണ്. ആ പുള്ളി ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആ ചേട്ടൻ്റെ പേര് എനിക്ക് നല്ലപോലെ അറിയത്തില്ല, പക്ഷെ ആ ചേട്ടൻ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരും പറയാനൊന്നുമില്ല. ലാസ്റ്റത്തെ ഒരു ചെറിയൊരു കുറച്ച് സീക്വൻസ് ഒക്കെ ഉണ്ട്. ആ സീക്വൻസ് ഒക്കെ നിങ്ങൾ ഉറപ്പായിട്ടും കാണേണ്ട സാധനമാണ്. എൻ്റെ മുന്നേ ത്രില്ലടിച്ച് നമ്മൾ ചാവും. സത്യം പറഞ്ഞല്ല, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് ആ സിനിമ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മളിപ്പോൾ കൊടുക്കാവുന്നതിൽ ഓവർ ഹൈപ്പ് ഒന്നും കൊടുക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എങ്ങനെയാണ് സിനിമയെ കാണുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ
ജെനുവിനായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നല്ലൊരു സിനിമയാണ്, പോയി കാണാൻ പറ്റുന്ന സിനിമയാണ്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ കുട്ടികളായിട്ടൊക്കെ പോകാൻ ഞാൻ അത്ര ഇത് പറയത്തില്ല. പേടിക്കും, കുറച്ച് പേടിക്കുന്ന സിനിമ തന്നെ കേട്ടോ. ഹൊറർ മൂവിയാണല്ലോ, കുറച്ചല്ല നല്ലപോലെ പേടിക്കാനുണ്ട്. പ്രേതത്തിനെ കാണിച്ച് നമ്മളെ പേടിപ്പിക്കുമല്ലോ, ആ കുറച്ച് സീൻസിൽ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ചില ശബ്ദങ്ങളും എല്ലാം വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ മുന്നിലോട്ട് വരാതെ പക്ഷെ പേടിയും വരും. എൻ്റെ മോനെ കിടിലൻ, ഒന്നും പറയാനില്ല. നിങ്ങൾ എന്തായാലും പോയിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പം എൻ്റെ ആദ്യത്തെ ബ്ലോഗാണ്, സപ്പോർട്ട് ചെയ്യുക. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ, പിന്നെ നമ്മുടെ ബെല്ലൈക്കൺ അമർത്തുക, പിന്നെ നമ്മുടെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെ വന്നിട്ടുണ്ട്, അതും നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് വെച്ചോ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായി നമുക്ക് ഇനിയും കാണാം. സൈനിങ് ഓഫ്, ബോബിൾ ബോസ്. ശരി എന്നാൽ.